ആരാധന കൂടുമ്പോൾ നിങ്ങൾ കൃപാസനത്തിലായിരിക്കുന്നു, അമ്മയുടെ മുമ്പിലായിരിക്കുന്നു എന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് അമ്മയുടെ ചിത്രമിടക്ക് ഞങ്ങൾ കാണിക്കുന്നത്. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. അതുകൊണ്ട് സ്കാർഫ് അല്ലെങ്കിൽ ഷോൾ എടുത്തിട്ട് പുതച്ച് വേണം സ്ത്രീകളിരിക്കാൻ. പത്തിയോടെ നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന സ്നേഹം, കർത്താവിനോട് കാണിക്കുന്ന ആദരവ്, കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങ് സന്തോഷം അങ്ങ് നുരഞ്ഞ് പതയണ ഒരു നിമിഷമാണിത്. എൻ്റെ ദൈവവേദനെ നീ എത്രയോ അനുഗ്രഹപ്പെട്ടവളാണെന്ന് ചിന്തിക്കണം. എൻ്റെ ദൈവവേദനെ നീ എത്രയോ അനുഗ്രഹപ്പെട്ടവനാണെന്ന് ചിന്തിക്കണം. കാരണം ഈ നിമിഷം നിനക്കിത് കൂടാൻ, ആരാധന കൂടാൻ, കർത്താവിൻ്റെ കൂടെ മാർത്തായെപ്പോലെ മറിയത്തെപ്പോലെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ കർത്താവ് നിനക്കൊരു അവസരം തന്നു. കർത്താവ് നിന്നെ ക്ഷണിച്ചു, കർത്താവ് നിന്നെ ആകർഷിച്ചു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. നീ വരൂ സ്നേഹമേ, ഈ ശുശ്രൂഷ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. കരങ്ങൾ തുറന്നു ജീവനെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എൻ്റെ ക്ലേശങ്ങളെ പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഭാരങ്ങൾ അങ്ങേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ രോഗങ്ങളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സങ്കടങ്ങളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിന്റെ തകർച്ചയെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. നീ വരൂ. തുറന്നു പിടിച്ച് തിരുവിലാവിൽ മുറിവേറ്റവനെ, കർത്താവെ മുൾക്കിട ചൂടിയവനെ, നിന്റെ വിശുദ്ധ രക്തം കർത്താവെ, നീ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിസന്ധിയ വിശുദ്ധ രക്തം കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകളുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും ഇപ്പോൾ തളിക്കണമേ, ഇപ്പോൾ തളിക്കണമേ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തകർച്ചയെ ഞങ്ങൾ കേൾപ്പിക്കുന്നു. എന്റെ രോഗത്തെ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്റെ തകർച്ചയെ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു. ദിവ്യകാരുണ്യമേ, എന്റെ രോഗത്തെ അങ്ങേ കേൾപ്പിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, എന്റെ കുടുംബത്തിന്റെ ജീവിത തടസ്സങ്ങളെ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ ദിവ്യകാരുണ്യമേ, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വേദനകളെ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, വിവാഹം നടക്കാത്തവരുടെ സങ്കടങ്ങളെ അങ്ങ് കേൾപ്പിക്കുന്നു. എന്റെ ദിവ്യകാരുണ്യ, എന്റെ ഈശോയെ, എന്റെ ദിവ്യകാരുണ്യമേ, കോവിഡ് ബാധിച്ചു കിടക്കുന്ന എല്ലാ മക്കളെയും രാജ്യങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങ് കേൾപ്പിക്കുന്നു. നീ വരൂ സ്നേഹമേ. ആരാധന
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യമേ, എൻ്റെ യേശുവേ, ദിവ്യകാരുണ്യമേ, എൻ്റെ അഭയമേ, ദിവ്യകാരുണ്യമേ, എൻ്റെ പ്രത്യാശയെ, ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ സങ്കടങ്ങളെ, മുഴുവൻ അവസ്ഥകളെ, വിഷമതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒരു സാക്ഷിയുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, അമ്മ മാതാവിൻ്റെ പിറവി തിരുനാളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മരിയൻ തീർത്ഥയാത്ര എന്ന വലിയൊരു സായാഹ്ന ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്. പഴയ വിദേശ രാജ്യങ്ങളിൽ ഉടമ്പടി എടുത്തു പോയ സഹോദരങ്ങളെ അവരെ ഇനി 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞുമ്പോഴേ നാട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ അവർക്ക് കിട്ടിയ ഉടമ്പടി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളൊരു നമ്പർ പരസ്യപ്പെടുത്തിയിരുന്നു. ആ നമ്പറിൽ അനേകം മക്കൾ സാക്ഷ്യമായിട്ട് ആ വാട്സപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ ആ ലിങ്ക്, സ്പെഷ്യൽ ലിങ്ക് അവർക്ക് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ നിയോഗ ജപമാല കഴിയുമ്പോൾ അവരുമായിട്ട് ദുബായ്, ഷാർജ അങ്ങനെയുള്ള നമുക്ക് ആ സമയത്ത് ഉണർന്നിരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഇത് ഓൺലൈനാണ്, രസമാണ്. കാര്യം നമുക്ക് ദുബായിലുള്ള സഹോദരങ്ങൾക്ക് കുടുംബസമേതം ഈ ലിങ്കിൽ വഴി അമ്മ മാതാവിൻ്റെ അൽത്താറയിൽ സാക്ഷ്യം പറയാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. ഈ സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള എല്ലാവർക്കും അതേസമയം തന്നെ കേൾക്കാൻ പറ്റും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ വലിയ സുവിശേഷ മാനങ്ങളുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപ എന്നും പറഞ്ഞൊരു നേഴ്സ്, സീനിയർ നേഴ്സാണ്, അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം. അവർ 2019 ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോമോള്. അപ്പോൾ അവർ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷിതയുടെ ഫ്രണ്ടായത് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അവർക്ക് കിട്ടിയതാണത്. അങ്ങനെ പലർക്കും ഒത്തിരി പേർ സാഹചര്യം കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ല സാഹചര്യം കർത്താവ് തരുന്ന സാഹചര്യമാണ്. കാര്യം ചിലരൊക്കെ അച്ഛൻ വിളിക്കും കാണുമ്പോൾ തന്നെ, അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ കർത്താവ് എന്നെക്കൊണ്ട് അവരെ വിളിപ്പിക്കാൻ പറയും. കാര്യം എനിക്കറിയാം കർത്താവ് അവരെ സഹായിക്കാൻ പോകുന്നുണ്ടെന്ന്. ഞാനതിൻ്റെ ഒരു കർത്താവിൻ്റെ ഉപകരണം, കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സാക്ഷി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ദീപം അടുത്ത് വരുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല, PCOD ആണെന്ന് പറഞ്ഞു. അപ്പം അണ്ഡാശയത്തിൽ മുഴുവനും കുരുക്കളാണ്, കംപ്ലീറ്റ് കുരുക്കളാണ്. അപ്പോൾ അണ്ഡാശയത്തിലാണ് കുരുക്കൾ, ഗർഭാശയത്തിലാണ് പിന്നെയും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. അത് ഈ കുരുക്കൾ വന്നിട്ട് ഇത് മാറണില്ല, കംപ്ലീറ്റായി. അതുകൊണ്ടാണ് 8 കൊല്ലമായിട്ട് മക്കളില്ലാത്തത്. അപ്പോൾ ഞാനുടനെ ഇവളുടെ അടിവയറ്റിൽ തൊട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, കുട്ടിയും ചൊല്ലി, അവർക്കും വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു മാസം തന്നെ അവർ പ്രഗ്നൻ്റായി. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ഡാശയത്തിലെ PCOD മുഴുവനും പോയെന്നാണ്. ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത്, സ്കാൻ ചെയ്തപ്പോൾ ഒറ്റ കുരുക്കൾ പോലും ഇല്ലെന്നാണ്. കർത്താവിൻ്റെ കുരുക്കുകളിങ്ങനെ വടിച്ച് കളയണം, പോലെ കടിച്ച് കളയും. ദൈവകരങ്ങളുടെ ഒരു ശക്തിയാണിത്. ഇത് വിശ്വാസത്തിൻ്റെ മുന്തിയ ഒരു വലിയ ലോകമാണിത്. നിങ്ങൾ ഓരോ ആരാധന കൂടുമ്പോഴും ഇതുപോലെയുള്ള വിശ്വാസം കൈവരിക്കാൻ വേണ്ടി നോക്കണം. എന്നെ ഇഷ്ടപ്പെടുത്തിയ വിഷയം എന്ന് പറയുന്നത്,
ഈ ദിവ്യ എന്ന് പറയുന്ന നേഴ്സിന് ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഓൺലൈനായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞൊരു കാര്യം, ഇത് കണ്ടില്ലേ ജോസഫ്, ഇതാണ് ഉടമ്പടിയുടെ ഒരു നേച്ചർ. എന്താണ്? സമയച്ചുരുക്കം. എനിക്ക് അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാൻ കിട്ടിയത്. കാര്യം എന്താണ്? നല്ല മിടുക്കന്മാരായ 2 കുഞ്ഞുങ്ങളാണ് ദിവ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതാണ് ഉടമ്പടിയുടെ സമയച്ചുരുക്കമെന്ന്. ദാറ്റ് മീൻസ് എന്താണ്? 2 കുഞ്ഞുങ്ങളെ 8 കൊല്ലം കഴിയുമ്പോൾ 2 കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞിന് 4 വർഷം. അപ്പം 8 വർഷമെന്ന് പറഞ്ഞ സംഭവത്തെ 4 വർഷമായിട്ട് ചുരുക്കും. ഇരട്ട പ്രസവിച്ചത് കൊണ്ടാണ്. അതിൻ്റെ ഇഫക്റ്റ് അതാണ്. ഇഫക്റ്റ് സമയച്ചുരുക്കത്തിൻ്റെ ഇഫക്റ്റാണ്. അതായത് സമയച്ചുരുക്കത്തിൻ്റെ ഇഫക്റ്റിൽ 8 വർഷം 4 വർഷമായിട്ട് ചുരുങ്ങും. ഇത് ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ പറയുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പം സമയമായില്ല എന്ന് പറയുമ്പോഴേ, കനായിലെ കല്യാണത്തിൽ നമുക്കറിയാമല്ലോ, സമയം ആയില്ല എന്ന് അമ്മ പറയുമ്പോൾ, ഈശോ പറയുമ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് പരിശുദ്ധാമ്മയുടെയും മധ്യസ്ഥതയിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ. എന്താണ് ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാവുന്നതാണ് ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഈ ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് പറയണതാണ് ഉടമ്പടി എന്ന് പറയണത്. മരിയൻ ഉടമ്പടി. ഈ മരിയൻ അപ്പോഴാണ് സമയമായില്ല എന്ന് പറയുന്ന സമയത്തെ ഈശോ ചുരുക്കി അപ്പം തന്നെ ആക്കണത്. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് അപ്പം തന്നെ ആകണം. അപ്പം സമയത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, അങ്ങനെ വ്യാഖ്യാനിക്കാമോ എന്നൊക്കെ എന്നോട് അന്ന് ചില അച്ഛന്മാർ ചോദിച്ചു. കാര്യം പരിശുദ്ധാത്മാവ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സമയമായില്ല എന്ന് പറയണ ഈശോയും അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയുടെ ഒരു നിർദ്ധാരണ മാർഗവും വെളിപാടും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. നമുക്കറിയാം, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈശോയും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്തിനാണ്? ഈശോയും പരിശുദ്ധാത്മാവും പരമപിതാവും തമ്മിലുള്ള ആത്മീയമായ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. അതിനുള്ളിൽ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗമാണ് എന്താണ്? ആകാത്ത സമയമാക്കിയെടുക്കാൻ ദൈവവചനം പാലിച്ച് ജീവിച്ചാൽ മതിയെന്നും. വെരി സിമ്പിൾ. ആകാത്ത സമയമാക്കിയെടുക്കാൻ, സമയത്തിലാണല്ലോ വിഷയം മുഴുവൻ ഇരിക്കണത്. അപ്പോൾ ആകാത്ത സമയം എടുക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചാൽ മതിയെന്നാണ്. ഉടമ്പടി അങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കണത്. കാര്യം ഉടമ്പടി ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ കാരുണ്യ പ്രവൃത്തിയായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അനുതാപമായാലും അതുപോലെ തന്നെ പുണ്യജീവിതമായാലും വചനവായനയായാലും വചനപ്രഘോഷണമായാലും സുവിശേഷ പ്രഘോഷണമായാലും എല്ലാം അവൻ പറഞ്ഞതുപോലെയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾക്ക് അഭയം നൽകി. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. നിങ്ങൾ ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ട് ചെയ്യും, ചില ആൾക്കാർ സ്പീഡായിട്ട് ചെയ്യും. സമയം നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന രീതികൾക്കും, ഉടമ്പടി എടുക്കുന്ന മാത്രമല്ല ഉടമ്പടി നടപ്പിൽ വരുത്തുന്ന രീതികളുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ആരാണ്? ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് നല്ല ഉണർവുള്ളവരാണ്. ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തണത് അതും ഒരു സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഒരു ഉറക്കമില്ല, ഉണർച്ചയോടെ ഇരുന്നു കൊണ്ട് തന്നെ ജാഗ്രതയാണ് ഭയങ്കര അവർക്ക്. കാര്യം ചില ആൾക്കാർ ഒരു വിഷയം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോഴേ, ഞാൻ കഴിഞ്ഞ മാസം ഇത് ഓഫീസ് ഒന്ന് ഇടയ്ക്ക് തുറന്നായിരുന്നല്ലോ കൃപാസനം,
5 ദിവസത്തേക്ക്. അപ്പോൾ കുറേ കൗൺസിലിംഗ് നടന്നത്. അപ്പോൾ ഒരാൾ കൗൺസിലിംഗ് ചെയ്തപ്പോൾ നേരത്തെ ഉടമ്പടി എടുത്ത ആളാണ് കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യമൊക്കെ ഇപ്പോൾ ഓക്കെ ആണല്ല, എല്ലാം ഗ്രീൻ ചാനലിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരു ഫംഗ്ഷൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ, അച്ഛാ ആ ഒരാൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾ ഇപ്പം ലൈനിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചോദിച്ച് നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു ചിരിച്ചുമില്ല, അതേസമയം തന്നെ സോറി പറഞ്ഞുമില്ല, ഒരു പ്രത്യേക മുഖം കാണിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഉടമ്പടി. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നടന്ന് കഴിയുമ്പോൾ, ഉടമ്പടിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്ന് കഴിയുമ്പോൾ ബുദ്ധി ഉടനെ പ്രവർത്തിക്കും. എന്താ പറഞ്ഞു, ഓ ഇത് ഉടമ്പടി ഇല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അതോടുകൂടി അവൻ്റെ കാര്യം പോകുക. അവനെ കാര്യം പിടിച്ചത് ദൈവം നിലത്തിട്ടടിക്കും. എന്ന് വെച്ചാൽ അവൻ കള്ളനാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ കാര്യത്തിനാൽ അവൻ വിചാരിച്ചിരുന്നത് ഇത്, അതായത് അത് എപ്പോഴും നമ്മൾ ദൈവദിവസേനതി കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചാലേ പണി കിട്ടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉടമ്പടി ഇല്ലാതെ ഇപ്പോൾ ചില ആൾക്കാരുടെ കാര്യം ഞാൻ ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ കാര്യം അറിയാവുക, കള്ളത്തരം നിങ്ങൾ കാണിക്കരുത്. ഓ അതിപ്പോൾ ഉടമ്പടി ഇപ്പോൾ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉടനെ പറയും, ഓ ഇത് ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് കാലപ്പടി നിലത്തടിക്കാൻ പറഞ്ഞാൽ. എന്താ കാര്യം, അവൻ കർത്താവിൻ്റെ ദൃശ്യതയെ ദൈവത്തെ വഞ്ചിച്ചു. കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയായിട്ട് തുടരുത്. കാര്യം ഇത് ഉടമ്പടിയാണ്. ഇത് ദൈവം ഉടമ്പടി എന്നുള്ള പദ്ധതി, ദൈവത്തിന് പല ഉടമ്പടികളുണ്ട്. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തു, മോസസുമായിട്ട് നമ്മൾ ദൈവം ഉടമ്പടി ചെയ്തു. അതുപോലെ തന്നെ മോസസിലൂടെ ജനങ്ങളോട് ദൈവം ഉടമ്പടി ചെയ്തു. യേശുവിൻ്റെ കാലത്ത് ദിവ്യകുർബാന എന്ന നിത്യജീവൻ്റെ ഉടമ്പടി ചെയ്തു. ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടി എന്നുള്ളൊരു പ്രോജക്റ്റാണ്, പൊതുവായിട്ടുള്ള പ്രോജക്റ്റാണ്. ഈശോ ആ ഉടമ്പടി എടുത്തിട്ട് എന്ത് ചെയ്തു, നിത്യജീവൻ്റെ കൂദാശയാക്കി മാറ്റി. അപ്പോൾ അതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി എന്ന് പറയുന്നത്. മറ്റതെല്ലാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയും വാഗ്ദാന നാട് പ്രാപിക്കാനുള്ള ഉടമ്പടിയും ഭൗതികമാണ്. ഈശോയുടേതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി. ഈശോ അതെടുത്തിട്ട് സ്വന്തം ശരീരത്തെ ബലിവസ്തുവാക്കിക്കൊണ്ട് അത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അതാണ് നമ്മൾ കുർബാനയിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന തിരുരക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. അപ്പോൾ അത് പുതിയ ഉടമ്പടിയാണ്. അത് പഴയ ഉടമ്പടി സാധാരണ ഭൗതികമായ കാര്യങ്ങൾക്കും തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട് പ്രാപിക്കാനൊക്കെ ഉള്ളതാണ്, ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന്. പുതിയ ഉടമ്പടി ജനങ്ങൾ സ്വർഗീയ ജെറുസലേം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ പുതിയ ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി എന്നുള്ള വിഷയം ഒരിക്കലും ദൈവം റദ്ദ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഗലാത്യർ വായിക്കുമ്പോൾ മനസ്സിലാകും. ഗലാത്യർ 3:17 എന്താ പറയണത്? നിയമം വന്ന്, ഗലാത്യർ 3:17 നിയമം വന്ന് 450 വർഷം കഴിഞ്ഞിട്ടാണ്, ഉടമ്പടി വന്നു 450 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം നിയമം തന്നത്. പക്ഷേ ദൈവം ഉടമ്പടിയെ റദ്ദ് ചെയ്തില്ലെന്ന്. അതാണ് ഗലാത്യർ 3:17 പറയുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന ആശയം, ഉടമ്പടി എന്ന പദ്ധതി, ഉടമ്പടി എന്ന പ്ലാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മൈനർ സെമിനാരി പഠിക്കുമ്പോൾ അവിടുന്ന് മേജർ സെമിനാരിയുടെ പോകുന്നെങ്കിൽ അവിടുത്തെ ഫിലോസഫി കോളേജിൻ്റെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് അവിടുന്ന് അയച്ചു തന്ന പുസ്തകം, എൻട്രൻസ് ജസ്റ്റ് പുസ്തകം നോക്കിയിട്ട് പ്രൊഫസർ 1-2 ക്ലാസ് എടുക്കും. അപ്പോൾ ആലുവ സെമിനാരി ഞങ്ങൾക്ക് അയച്ചു തന്ന പുസ്തകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പ്ലാൻ ഓഫ് സാൽവേഷൻ എന്നാണ്. പ്ലാൻ ഓഫ് സാൽവേഷൻ, സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം ഒരു പ്ലാനാണ്, ഒരു പ്ലാനും പദ്ധതിയുമാണ്. അപ്പോൾ എപ്പോഴും ഉടമ്പടി ഒരു പ്ലാനാണ് ശരിക്കും. ഉടമ്പടി എന്ന പൊതു കാര്യം, അതിൻ്റെ പൊതുവായിട്ടുള്ള ഘടനകൾ പരിശോധിക്കുമ്പോൾ അത് പ്ലാനാണ്. ഇപ്പം മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അതൊരു പ്ലാനാണ്. എന്താ അതിൻ്റെ പരിപാടി? അവൻ പറയണത് പോലെ, അമ്മ യോഹന്നാൻ 2:5 പറഞ്ഞിരിക്കുന്ന പോലെ അവൻ പറയണ പോലെ ചെയ്യുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന തന്നത്.
ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറാൻ ഇടയാക്കണമെന്ന് ജനങ്ങളെ 10,000-കണക്കിന് ജനങ്ങൾ 6 മാസമേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ അമ്മ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. ഉടമ്പടിയിൽ എന്താണ്? ഈ വചനങ്ങൾ എത്രയോ വർഷമായിട്ട് ജനങ്ങൾ വായിക്കുന്നതും അച്ഛന്മാർ പ്രസംഗിക്കുന്നതുമാണ്. പക്ഷേ എന്നോട് പറഞ്ഞ ഇതാണ്, അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനായിലെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോർമുല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനം സമ്പൂർണ്ണ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ വചനങ്ങൾ, അതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലെ ഓരോ വചനവും എടുത്ത് നിറവേറ്റുന്ന അനുസരിച്ച് കൊണ്ട് ദൈവം നിന്നിലേക്ക് നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന സ്പീഡ് കൂടുമെന്ന്. അതാണ് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ, അത് നീ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ നീ അതെടുത്ത് നടപ്പിൽ വരുത്തി കഴിയുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ കുടുംബത്തിലെ ഇടപെടുന്ന സമയം ചുരുക്കം, സ്പീഡാകും, അതിവേഗമാകുമെന്നാണ്. അതിവേഗം. ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. സമയത്തിൻ്റെ മേൽ സന്ദർഭത്തിൻ്റെ അധികാരമുള്ള പരിശുദ്ധി അമ്മേ, ഉടമ്പടി ചെയ്ത ഓരോ ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചേർന്ന് പാടാം. അപ്പോഴത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ശരിക്കും. എന്താണ്? പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം അതിവേഗമാക്കുമെന്ന്. അതാണ് ഈ 81-ാം സങ്കീർത്തനയിലെ 81-ാം സങ്കീർത്തനം 14-ാം വാക്യം. ഈ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണ് പറയണത്. എന്താ പറയണത്? സങ്കീർത്തനം 81:14 13 തൊട്ടുണ്ട്. 81:13-14 എന്താ പറയണത്? എൻ്റെ ജനം, ഏത് പറഞ്ഞ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതാണ് സംഭവം. അല്ലാതെ ഒറ്റപ്പെട്ട കാനായിലെ വിഷയമല്ല ഇത്. പണ്ട് മുതലേ ദൈവത്തിൻ്റെ ഒരു നിലപാടാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒന്ന് പറഞ്ഞേ. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്താണ്? 83 സങ്കീർത്തനം 81:13 എന്താ പറയണത്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഏറ്റ് പറഞ്ഞേ? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. എൻ്റെ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. അത്രേ ഉള്ള സംഭവം. ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിവേഗം. അതാണ് സമയച്ചുരുക്കം. ഉടമ്പടിയുടെ സമയച്ചുരുക്കം അതാണ്. എന്താണ്? 81:14 ഏറ്റു പറഞ്ഞ് അതിവേഗം അവിടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പം ദൈവമാണത് ചെയ്യണത്. നമ്മുടെ ജീവിതം ഇപ്പം ദിവ്യയ്ക്ക് അതിവേഗം എന്ന രീതിയിൽ സമയച്ചുരുക്കം ഉണ്ടാക്കിയിട്ട് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ആരാണത് ചെയ്യണത്? ദൈവമാണത് ചെയ്യണത്. അപ്പം നമ്മൾ ദൈവവചനത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ ദൈവം സമയച്ചുരുക്കം കാണിക്കും. ഇത് സമയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഇടപെടലെ സുനിശ്ചിതമാക്കാനും അതിവേഗമാക്കാനുമുള്ള ഒരു സംവിധാനമാണ്. എന്താണ്? എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ഒരു സിമ്പിളാണ്. അപ്പോൾ ചില ആൾക്കാർ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും. പിന്നെ ആദ്യ ഘട്ടമൊക്കെ കേൾക്കും, 2ാം ഘട്ടത്തിൽ പബ്ബടിക്കും. അതാണ് പ്രശ്നം. ആൾക്കാർക്ക് വരുന്നൊരു കുഴപ്പം ഇതാണ് വെച്ചാൽ ആദ്യ ഘട്ടം ഭയങ്കര ഉശിരോടുകൂടി കേൾക്കും,
രണ്ടാം ഘട്ടം വരുമ്പോൾ അവർ തളരും. അവർ തളരുമെന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണ് ഉറക്കം? കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് എപ്പോഴാണ്? ശിഷ്യന്മാർ എപ്പോഴും കർത്താവിൻ്റെ വാക്ക് അവർ കേട്ടിരുന്നല്ലേ? കർത്താവിൻ്റെ വാക്ക് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാതിരുന്നത് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വാക്ക് കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാർ എന്നുവെച്ചാൽ യൂദാസൊന്നുമല്ല. യൂദാസ് പണ്ടേ കേട്ടിട്ടില്ല, അതേപോലെ അവൻ ശിഷ്യനായിട്ട് നമുക്ക് കൂട്ടിയിട്ടില്ല, കർത്താവും കൂട്ടിയിട്ടില്ല. ബാക്കി 11 പേരുണ്ടല്ലോ. ഈ 11 പേര് കർത്താവിൻ്റെ വാക്ക് കേൾക്കാതിരുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. എവിടെ വെച്ചാണത്? ഗെത്സെമനിയിൽ വെച്ച്. ഗെത്സെമനിയിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത്? 1 മണിക്കൂറെങ്കിലും നിങ്ങളെ എന്നോട് കൂടെ ഉണർന്നിരിക്കണം. അപ്പോഴേ പക്ഷേ കർത്താവ് വീണ്ടും വരുമ്പോൾ പത്രോസൊക്കെ ഭയങ്കര ഗുർഗം ഭരിച്ചുറങ്ങുകയാണ്. കർത്താവ് കേട്ടില്ല. കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടില്ല, വചനം കേട്ടില്ല. അവർ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിലെന്ന് പറഞ്ഞില്ലേ? 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ. ശുസി ഒന്ന് ചിന്തിച്ച് നോക്കി എൻ്റെ മക്കളെ, എന്തുകൊണ്ട് കർത്താവ് തൻ്റെ വാക്ക് നമ്മളോട് പറയാൻ കാരണം എന്താ? എൻ്റെ ജനമായതുകൊണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ ജനം. ആ വാക്ക് എന്ത് ഇൻറ്റിമസിയാണെന്നറിയാവോ? ഈ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എന്താ പറയണത്? വൈ ഐ ആം ഗിവിങ് യു മൈ വേർഡ് ബിക്കോസ് യു ആർ മൈ പീപ്പിൾ. മൈ പീപ്പിൾ, എൻ്റെ ജനമെന്നാണ് പറയണത്. ഉടമ്പടി സ്വന്തമാക്കും നമ്മളെ ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പറയണത് എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞാൻ അതിവേഗം. കാര്യം എന്താണ്? അതിവേഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി വെമ്പല കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമാണ് ബൈബിളിലുള്ളത്. അല്ലാതെ നമുക്ക് നിയമം തന്നിട്ട് നമുക്ക് നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയില്ല. പോലീസൊന്നുമല്ല ദൈവം. അതായത് നമ്മളുടെ ജീവിതത്തിൽ യു മസ്റ്റ് റീഡ് ദ മൈൻഡ് ഓഫ് ഗോഡ്. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെടാൻ വേണ്ടി കൊതിച്ച് വെമ്പി നിൽക്കുന്ന ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജനമെന്ന് പറയുന്നത്. എൻ്റെ ജനം, എൻ്റെ കർത്താവ് നമ്മൾ പറയുന്ന പോലെ തിരിച്ചു പറയണത് എൻ്റെ ജന എന്ന് പറഞ്ഞത്. എൻ്റെ ജോസഫ്, എൻ്റെ മനോജ്, എൻ്റെ സന്തോഷ്, എൻ്റെ എഡ്വേഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ചെറുതാ പറയണത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ദൈവസ്നേഹം വേണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്നല്ലേ പറയണത്? 5:42 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല എന്നാണ്. ദൈവസ്നേഹം, അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 5:42. ഞാൻ നിങ്ങളോട് സംസാരിക്കത്തില്ല, നിങ്ങൾ എന്നെ സ്തുതിക്കാൻ വേണ്ട, എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? എനിക്ക് നിങ്ങളുടെ മഹത്വം വേണ്ട. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്ന്. ദൈവസ്നേഹം ഇല്ലാത്തടത്തുനിന്ന് ദൈവസ്തുതികൾ ആവശ്യപ്പെടത്തില്ല, ദൈവസ്തുതികൾ അംഗീകരിക്കത്തില്ല. കാര്യം ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയെ മഹത്വപ്പെടുത്താൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴാണ് ദൈവസ്നേഹം നിറയണത്? എപ്പോഴാണ് ദൈവസ്നേഹം കുറയണത്? എപ്പോഴാണ് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നമ്മൾ തളരുന്നത്? അത് എവിടെയെങ്കിലും അകപ്പെടുമ്പോഴാണ്. എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ട് കാണും. നീ നിൻ്റെ കുടുംബ പ്രാർത്ഥന നടക്കണില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രാർത്ഥന നടക്കണില്ല. നിൻ്റെ സ്നേഹപ്രവർത്തികളാ, കാരുണ്യപ്രവർത്തികളാ, പ്രേക്ഷിത പ്രവർത്തികളാ ഒന്നും നടക്കണില്ല. എൻ്റെ അർത്ഥം നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. അതാ കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, വൈ ആർ യു സ്ലീപ്പിംഗ്? വൈ ആർ യു സ്ലീപ്പിംഗ്? കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, വൈ ആർ യു സ്ലീപ്പിംഗ്? നീ എന്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നു? ഒരു ഉറങ്ങുന്ന വിശ്വാസി
പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, പലതരത്തിലും ആധ്യാത്മികമായി ഉറങ്ങുന്ന വിശ്വാസി. എന്താണ് അവന് പറ്റിയിരിക്കുന്നത്? എന്താണ് അവൾക്ക് പറ്റിയിരിക്കുന്നത്? അവൾ അല്ലെങ്കിൽ അവൻ എവിടെയോ അകപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞല്ലോ. നീ എവിടെയോ, ദൈവപൈതലെ നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്. പത്രോസോട് പറഞ്ഞു, പത്രോസേ അകപ്പെട്ടു. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ആ വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ 14, 15, 38 നമ്മൾ വായിക്കുന്നതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ. എവിടെയോ അകപ്പെട്ട മനുഷ്യന് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. പത്രോസ് ഉറങ്ങിയതിൻ്റെ കാരണങ്ങൾ കർത്താവ് മനസ്സിലാക്കി. ഒരു പ്രലോഭനമാണ്, ഏതോ ഒരു പ്രലോഭനം. കർത്താവ് ചോര വിയർക്കുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, തങ്ങൾക്ക് ആരുണ്ട്, ഇനി തിരിച്ച് വെള്ളോട്ട് പോകേണ്ടി വരുമോ? ഇങ്ങനെ ദൈവത്തെക്കാളുപരി സ്വന്തം വിശ്വാസങ്ങളെ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടു പോയി. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടാൽ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ ജോലിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാം. പക്ഷെ അകപ്പെടുന്ന രീതി ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നിൻ്റെ കർത്താവ് ചോര വിയർക്കുമ്പോഴും ഉണർന്ന് തന്നെ നിന്റെ കൂടെ ഉണ്ട്. ദൈവപൈതലേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ചോര നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അകപ്പെട്ടു പോകുമ്പോൾ മാത്രമല്ല നമ്മൾക്ക് ദൈവികമായ ഇടപെടൽ താമസിക്കുന്നത്. ഇപ്പോൾ ദൈവികമായ ഇടപെടൽ താമസിക്കാനുള്ള കാരണം എന്താ? നമ്മൾ അകപ്പെട്ടു പോയത് കൊണ്ടാണ്. എവിടെയോ എന്തോ ചിന്തയിലും, എന്തോ പ്രലോഭനങ്ങളിലും, എന്തോ അരുതാത്ത കെട്ടുപാടുകളിലൊക്കെ അകപ്പെട്ടു പോയി. ഇനി ചാരി നിന്നാലും പണി കിട്ടും നമുക്ക്. ബൈബിൾ പറയുന്ന രണ്ടാമത്തെ സംഭവമാണ് ചാരി നിപ്പ്. ആരെങ്കിലും ചാരി നിന്നാലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയുന്ന കാര്യത്തിൽ, ദൈവവചനം കേൾക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, കാര്യം ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു പ്രാധാന്യം എന്താണ്? ഉടമ്പടിയുടെ കണ്ടന്റ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിലെന്ന് പറയുന്നതും സങ്കീർത്തനം 81:14 അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്ന യോഹന്നാൻ 2:5 വൺ ആൻഡ് സെയിം തിങ്. കർത്താവിൻ്റെ വചനം കേൾക്കുക. കർത്താവിൻ്റെ വചനം കേൾക്കാത്ത ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അത് ഗെത്സെമനാണ്. അതിൻ്റെ കാരണം എന്താണ്? അവരകപ്പെട്ടു പോയത് കൊണ്ടാണ്. എന്തോ പ്രലോഭനങ്ങളിൽ അവർ അകപ്പെട്ടു പോയി. കർത്താവിനേക്കാളിൻ്റെ സാന്നിധ്യത്തെക്കാൾ ഉപരി വേറെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവർ അകപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ 14:37-38 പറയണത് അകപ്പെടാതിരിക്കണം. ഇനി അകപ്പെടാതിരിക്കുമ്പോഴാണ് അകപ്പെട്ടിരിക്കുമ്പോഴാണ് സാധാരണ കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കണത്. നിങ്ങൾ ചിന്തിക്കണം, എന്തിലാണ് നിങ്ങൾ ഉടമ്പടി എടുത്ത ആൾക്കാർ എന്തിലാണ് അകപ്പെട്ടിരിക്കണം ചിന്തിക്കണം. ഏത് വ്യക്തിയിലാണ് അകപ്പെട്ടിരിക്കണത്, ഏത് വിഷയത്തിലാണ് അകപ്പെട്ടിരിക്കണത് എന്ന് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ രണ്ടാമത്തെ സംഭവം എന്താണ്? ദൈവവചനം കേൾക്കാതിരിക്കാനുള്ള, അതനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ? ചാരി നിൽപ്പാണ്. ചാരി നിന്നാലും പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചാരി നിൽപ്പാ? എനിക്ക് ചാരി നിൽപ്പ് എവിടെ നിന്ന് കിട്ടിയെന്നറിയാവോ? ഞാനിതുപോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമോ, എപ്പോഴും വായിക്കുമോ? എല്ലാ ദിവസവും വായിക്കും. എൻ്റെ മേശയിൽ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മേശയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ വർക്കിംഗ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് പോയിച്ചും ഒന്ന് കറങ്ങി നമ്മുടെ കൃപാസനത്തിൻ്റെ ഓഫീസൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നിരുന്നാലും ഭജനം എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത വർക്ക് തുടങ്ങണത്. ഭജനം എടുത്ത് വായിച്ചിട്ടാണ്
അടുത്ത വർക്ക് തുടങ്ങണത്. അപ്പോൾ ഇത് വചനം ഇങ്ങനെ നിരന്തരം കർത്താവിനെ അന്വേഷിക്കേണ്ട കാരണം കർത്താവ് എനിക്ക് ചില നോട്ടുകൾ തരും. കാര്യം വായിക്കുന്നതിൻ്റെ അന്തരാർത്ഥങ്ങൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ചാരി നിന്നാലും ഉടമ്പടി ലംഘിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതിവേഗം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ താമസിക്കാൻ കാരണം ഒന്നെന്താണ് അകപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരെ പോലെ. രണ്ടാമത്തെ എന്താണ് ചാരുനിപ്പ്. എന്താ ചാരുനിപ്പെന്ന് പറയണത്? ചാരുനിപ്പെന്ന് പറയണതേ പണ്ട് ഇസ്രായേൽക്കാർക്ക് ഒരു പ്രശ്നമുണ്ടായി. ഭയങ്കരമായ ഗംഭീര ക്ഷാമം വന്നു. ഇസ്രായേൽക്കാർക്ക് ഗംഭീരമായ ക്ഷാമം വന്നു. ഇപ്പോൾ ക്ഷാമം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ക്ഷാമം വന്നിട്ട് ഭയങ്കര ക്ഷാമം. കാര്യം ഒരു 8 ഷെക്കലിന് ഒരു കഴുതത്തല കിട്ടുന്ന കാലം. ഇപ്പം കൊല്ലത്തൊക്കെ ചെല്ലുമ്പം വലിയ മീൻതല കിട്ടും. അവിടെ എഴുതിച്ചിട്ടുണ്ട് മീൻതല ഉള്ള ചില ഹോട്ടലുണ്ട്. വലിയ മീനിൻ്റെ തല ബോട്ടുകാരൊക്കെ കൊണ്ടുവരണത് പോലെ ഭയങ്കര വിലയാണ് അതിന്. ഇതുപോലെ ഇസ്രായേലിൽ കഴുതത്തല തിന്നുവരുന്ന ആൾക്കാർ. പക്ഷെ അതിന് അധികം വിലയൊന്നുമില്ല. അരശക്കൽ പോലും ഇല്ല. പക്ഷേ ക്ഷാമം വന്നപ്പോൾ കഴുതത്തലയുടെ വില കൂടി. അതിന് 8 ഷെക്കലായി. അപ്പോൾ നോക്കിയേ, അത്രയും പട്ടിണിയായി. അമ്മമാരും സ്വന്തം മക്കളെ തിന്നേണ്ട കാലമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയക്കാർ വന്ന് ഇസ്രായേലിൻ്റെ കവാടം ഉപരോധിച്ചു. അവർക്ക് പാടശേഖരത്തിൽ പോകാനോ വെള്ളം എടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥയും. ഇസ്രായേൽ നഗരം സിറിയൻ പട്ടാളം ഉപരോധിച്ചു. അങ്ങനെ വന്നതോടുകൂടി അവർക്ക് പട്ടിണിയായപ്പോൾ ജനങ്ങളൊക്കെ രാജാവ് വരെ ചാക്കുടിക്കണ ഒരു കാലം. അപ്പോഴാണ് എലീശ പ്രവാചകൻ വന്നിട്ട് പറയും, വിഷമിക്കണ്ട, കർത്താവ് അരുളി ചെയ്യുന്നു എന്നാ പറയണേ. കർത്താവ് എന്നോട് പറഞ്ഞെന്ന് ദൈവവചനമാ. കർത്താവ് അരുളി ചെയ്യുന്നു, അല്ലാതെ എലീശ അല്ല അരുളി ചെയ്യണത്. കർത്താവ് അരുളി ചെയ്യുന്നു. എന്താണ്? നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾ സമറിയായുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും? ഒരു അളവ് ഗോതമ്പിന് 2 ഷെക്കലും 2 അളവ് ബാർലിക്ക് 1 ഷെക്കലിനും, അതൊക്കെ നിസ്സാരമായിട്ടാണ് ഈ പറയണത്. വെച്ചാൽ പട്ടിണിയായിട്ടൊന്നുമില്ല, ബാർലിയുമില്ല, ഗോതമ്പുമില്ല, ജനങ്ങളുടെ നമുക്ക് ചോറില്ലാത്ത പോലെ അരിയില്ലാത്ത അവസ്ഥയാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് തിന്നാൻ. അപ്പോൾ പക്ഷേ പ്രവചനം എന്താ? ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? മരണം മാത്രമേ ഉള്ളൂ. ഒരു ജനതയുടെ ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അരുളി ചെയ്യുന്ന വചനങ്ങളുണ്ട്. എന്താണ്? നാളെ ഇവിടെ സമറിയായുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും? ഇതുവരെ ഇസ്രായേൽക്കാർ സമറിയയുടെ കാര്യമാണ് പറയണത്. സമറിയായുടെ കവാടത്തിങ്കൽ ഗോതമ്പും ബാർലിയും 1 ഷെക്കലിന് കൊടുക്കുമെന്ന് പറയും. അത് 10 കൊല്ലം കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാര്യം അത്ര അവസ്ഥയാണ്. സമറിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലിഷ്ഠമായിട്ടുള്ള ഒരു പട്ടണമാണ്. അവിടെ ആ പട്ടണത്തെ ഭേദിക്കാൻ ഈ പട്ടിണി പാവങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം. സിറിയക്കാരെ വന്ന് ഇസ്രായേലിനെ ഉപരോധിച്ചിട്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇവർ പുറത്തിറങ്ങാതെ എങ്ങനെ സമറിയക്കാരുടെ രാജ്യത്ത് ചെന്നിട്ട് അവിടുന്ന് ബാർലി മേടിച്ചുകൊണ്ട് പോരും? അത് നടക്കാത്ത കാര്യമാണ്. സിറിയക്കാരാണ് ഇവരെ ഉപരോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഉടനെ സേനാനായകൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? സേനാനായകൻ ചോദിക്കും, കർത്താവ് കിളിവാതിൽ തുറന്ന് പുറത്തെത്തിയാലും ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ചോദിക്കും. ആ ചോദ്യം അതാണ്. കർത്താവ് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പുറത്തിറങ്ങിയാലും പറഞ്ഞാലും ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് ചോദിക്കും. അപ്പോഴേ കർത്താവിൻ്റെ വചനമല്ലേ, കർത്താവിൻ്റെ വചനം. ഈ സേനാനായകൻ ഈ തല നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വാലാടിയതെന്നറിയാവോ?
ആ സമയത്ത് ഇസ്രായേൽ രാജാവിനെക്കുറിച്ച് പറയണത് അയാൾ ഈ സേനാനായകൻ്റെ ചുമലിൽ ചാരി നിൽക്കുകയായിരുന്നെന്ന്. രാജാവേ ഈ പൊട്ടൻ്റെ അടുത്ത് ചാരി നിൽക്കുകയാണ്. കാര്യങ്ങൾ തിരക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കേണ്ടവൻ ഒരു കഴുതയേക്കാൾ വിലയില്ലാത്തവനെ ചാരി നിൽക്കുകയാണ്. അവനെന്താണ്? അവൻ സേനാനായകനായി പോയതിൻ്റെ അവൻ ആ ഒരു കുണാണ്ടറാ. അതുകൊണ്ട് അവനെ ചാരി നിൽക്കുന്ന രാജാവ് അവനെ ചാരി നിൽക്കുക. ബൈബിളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പേപ്പട്ടിനെയാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ ചാരി നിൽക്കണത്. പിന്നെ എങ്ങനെ രാജ്യം തിരിയുവരാണ്? അപ്പോൾ തന്നെ ചാരി രാജാവ് വരെ തന്നെ ചാരി നിൽക്കണ കാരണം ഇവന് അഹങ്കാരമായി. ഇവൻ ഉടനെ പറഞ്ഞ് കർത്താവിൻ്റെ സ്വർഗം തുറന്ന് കിളിവാതിൽ പുറത്തിറങ്ങിയാലും ഇതുവരെ നടക്കണ കാര്യമാണെന്ന് ചോദിച്ചു. ദാറ്റ് മീൻസ് അതിനെ തിരുത്താൻ രാജാവ് മുതിർന്നില്ല. കാര്യം എന്താണ്? അയാളിതുപോലെ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും അകപ്പെട്ട് നിൽക്കിയിരുന്നു. അകപ്പെട്ട് നിൽക്കുന്നവനാണ് ചാരി നിൽക്കണത്. പക്ഷേ കർത്താവിൻ്റെ വചനം ഉടനെ എലീഷ പറഞ്ഞു. 2 രാജാക്കന്മാർ 7:1-2 2 രാജാക്കന്മാർ 7-ാം അധ്യായം 1-2 വചനങ്ങളാണ്. എലീഷ പറഞ്ഞു, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു. നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിങ്കൽ ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും 2 അളവ് ബാർലി ഒരു ഷെക്കലിനും വിൽക്കപ്പെടും. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു തന്നാലും ഇത് നടക്കുമോ? ഹല്ലേലൂയ. ഇതാണ് സേനാനായകന്റെ അവിശ്വാസം. അപ്പോൾ എലീഷ പറയണത് എന്താണെന്നറിയാമോ? ഇത് നടക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇത് നടക്കുന്നത് നീ കാണും, പക്ഷെ അതിനൊന്നും ഒരു പിടി പോലും നീ തിന്നത്തില്ലെന്ന് പറയും. ഈ ദൈവവചനം അവിശ്വസിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. നമുക്ക് നേരെ ചൊവ്വേ പോകാൻ പറ്റത്തില്ല. പിന്നെ കാര്യം എന്താണ്? ഇത് നടക്കും, നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും, പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് നീ ഭക്ഷിക്കത്തില്ല. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ആ സമയമാകുമ്പോൾ ഒരു യുദ്ധക്കുളമ്പടി ഈ സമറിയക്കാരെ കേൾപ്പിക്കും. അവർ 4 കാലാവിനെ അവിടെ നിന്ന് ഓടിക്കളയും. അപ്പോൾ 2 കുഷ്ഠരോഗികൾ പറഞ്ഞു, നമ്മളെന്തിനാണ് സമറിയ കവാടത്തിൽ ഇവിടെ ഇസ്രായേലിൻ്റെ കവാടത്തിൽ ഇരിക്കണത്? നമുക്ക് ഇവിടെ നിന്നാലും നമ്മൾ പട്ടിണി കിടന്ന് ചാകും. അതുകൊണ്ട് കുഷ്ഠരോഗി പറയും, നമുക്ക് അവിടെ പോയി വില ഉണ്ടാകാൻ തിരക്കാം. അവർ നമ്മളെ കൊല്ലണ്ടെന്ന് പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. അവരെല്ലാവരും നാടുവിട്ട് പോയി. കുഷ്ഠരോഗികളകത്ത് കയറി ഈ നേരിയ മാവും ബാർലിയും എല്ലാം എടുക്കും. അങ്ങനെ നാട്ടുകാർ സമരം കവാടത്തിലേക്ക് ഇഴച്ച് കയറുമ്പോൾ രാജാവ് ചെയ്ത ഒരു മണ്ടത്തരം, ഈ പൊട്ടനെയാണ് പിടിച്ചവിടെ സേനാനായകനല്ലേ ആ നഗരത്തിൻ്റെ കാവൽക്കാരനായിട്ട് വെച്ചത്. ഈ ആ മനുഷ്യനെ, ആ സേനാനായകനെ ജനം ഇടിച്ച് കയറിയോടുകൂടി ഈ മനുഷ്യൻ താഴെ വീണ് അവിടെ പുറത്തു കൂടി ജനം കയറി ബാർലിയും ഗോതമ്പൊക്കെ കൈക്കിലാക്കി ജനം പിരിയുമ്പോൾ ഈ മനുഷ്യനോട് ചത്ത് കിടക്കണം. അതാണ് പറഞ്ഞത്, നീ അത് കാണും കർത്താവ് കൊടുക്കണത്, പക്ഷെ കർത്താവിൻ്റെ ഓഹരി നിനക്ക് കിട്ടത്തില്ല, അത് കാണാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. മക്കളെ, ദൈവവചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം. ശരിക്കും ഉടമ്പടിയിൽ നമ്മൾ എടുക്കുമ്പോൾ ദൈവവചനമാണ്. ദൈവവചനം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇത് ഉടമ്പടി കർത്താവ് സമയച്ചുരുക്കം പ്രാപിക്കണത്. അതിന് കർത്താവിന് എന്തു മാർഗം വേണം? ഒരു മാർഗം വേണ്ട, കർത്താവ് മാത്രം മതി. കാര്യം ഒരു സ്വരമാണ്, ഒരു യുദ്ധത്തിൻ്റെ കുതിരക്കുളമ്പടി കേൾപ്പിച്ചാൽ മതി. എന്ത് മാർഗമാണ് ദൈവം ഉപയോഗിക്കണമെന്ന് നമുക്കറിയത്തില്ല. നിനക്ക് 3 കോടി കടവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിവിടെ ചെറുതുരുത്തിൽ നിന്ന് ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞു. കലാമണ്ഡലത്തിൽ, നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ കഥകളി മോഹിനിയാട്ടമൊക്കെ പഠിപ്പിക്കുന്നവർ, അവരിപ്പോൾ ന്യൂയോർക്കിൽ തന്നെ പരിപാടി. കലാമണ്ഡലം ജോൺ ആ സാക്ഷ്യം കിടപ്പുന്നുണ്ട്. അവർക്ക് 3 കോടി കടമാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയതിന് ശേഷം തിരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് അല്പം സമയം എങ്കിലും 300 രൂപ മുടക്കി അവർ തിരിച്ചു വന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നുകൂടി മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ്. 300 രൂപ മുടക്കി കണ്ടവർ തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 9 മണിയായി. ഞാൻ മാത്രമുണ്ട്. ഞാനവരെ വിളിച്ചു, എന്നാ ചേച്ചി എന്ന് ചോദിച്ചു.
ഇഷ്ടമായി, എനിക്കൊന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി, ഒന്നിട്ട് കാണാൻ വേണ്ടി വന്നു. എന്ത് വിശ്വാസമാണത്? അതാണ് ദൈവസ്നേഹം. ഞാൻ ഒന്നും ചെയ്തില്ല, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. കാരണം എനിക്ക് 3 കോടി കടമടച്ച എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരത്തിനെ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് അൾത്താറെ വെച്ചിട്ട് അൾത്താറിൽ നിന്ന് കർത്താവിൻ്റെ കുരിശുരൂപത്തിൻ്റെ അവിടെ തല കുത്തി വെച്ചങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. കാര്യം എന്താ, ഞാനും തളർന്ന് നിൽക്കേണ്ട, വാക്ക് പറയാൻ പറ്റും, രാവിലെയുള്ള ശുശ്രൂഷയാണ്, തളർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ന്യൂയോർക്കിൽ നിന്ന് അവർ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കണം. എന്താണ് ഞാൻ, അതായത് പെട്ടെന്ന് അവിടെ സ്ഥലമൊക്കെ കുറേയാണ് വിറ്റ് മാറിയത്. സെക്കൻഡുകൾക്കുള്ളിൽ അത്രയും ക്ലിയർ. കടങ്ങളെല്ലാം പരിഹരിച്ചു, ഏറെക്കുറെ 90% കടങ്ങൾ പരിഹരിച്ചു. സന്തോഷത്തോടെ ഇവിടെ തിരിച്ചു വരും. നിൻ്റെ ജീവിതം മാറി മറിയാൻ വേണ്ടി 1 സെക്കൻഡ് മതി കർത്താവിന്. പക്ഷേ ഇതുപോലെ നീ വിശ്വസിക്കണം, ഇതുപോലെ നീ സ്നേഹിക്കണം, ഇതുപോലെ നീ പ്രത്യാശിക്കണം. അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി ശ്രുതികട്ടെ, ദൈവത്തിൻ്റെ ശത്രുക്കളുടെ ശ്രുതികട്ടെ. സ്പർശിക്കണ ആരാധന, ആരാധന, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ന്യായാധിപരുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൻ്റെ 26 വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 16:26. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയാണ് എന്ന് ഞാൻ തപ്പി നോക്കട്ടെ. കണങ്ങണാൻ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിനല്ലാതെ വേറെ ആരെ ചാരിയാലും നിങ്ങൾക്ക് കണ്ണ് കാണാൻ പോലെ നിർത്താം. കണ്ണ് തുറക്കണം ദൈവത്തിലെ. എത്ര ലക്ഷം കടമാണെങ്കിലും, ക്യാൻസർ 4ാം സ്റ്റേജിലാണെങ്കിലും നീ ആരെയും ചാരരുത്, കർത്താവിനെ മാത്രം ചാരണം. നീ ഒന്നിലും അകപ്പെടരുത്. ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അകപ്പെട്ടു പോയതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ഒന്നിലും അകപ്പെടാതിരിക്കാൻ, ഒന്നിനെയും ചാരാതിരിക്കാൻ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ വചനങ്ങള് അവസാന നിമിഷം വരെ നിറവേറ്റിക്കൊണ്ട് എന്റെ കൃപയാൽ കർത്താവേ എന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായ ജലം നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവിൻ്റെ രീതി. സമറിയായിൽ കർത്താവ് ഒരു പദ്ധതി ഒരു പക്ഷേ നമ്മുടെ മുമ്പിലില്ല. ഇതെങ്ങനെ സുഖപ്പെടാനാണ്? ഡോക്ടർ പറഞ്ഞല്ലോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ. എത്രയോ ചേച്ചിമാരാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞതാണ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ. ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞ് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം കൊണ്ടുപോയി ICUയിൽ വെച്ച് എൻ്റെ ഭർത്താവിന് നെഞ്ചത്ത് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് നേഴ്സിനോട് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. ആരാണ് നമുക്കറിയിക്കാൻ? നമുക്ക് നമ്മുടെ കർത്താവ് മാത്രം. അവർ ജീവനോടെ എഴുന്നേറ്റ് വീട്ടിലോട്ട് പോരുമ്പോഴുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്. ദൈവത്തെ കൂടുതൽ അറിയാൻ, കൂടുതൽ അനുഭവിക്കാൻ, ദൈവം നിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നിൻ്റെ ക്ലേശങ്ങൾ. നീ ആരെയും ചാരി നിൽക്കാതെ, ഒന്നിനും അകപ്പെടാതെ, ഉടമ്പടി വചനങ്ങൾ പോലെ അവൻ പറഞ്ഞ പോലെ നിറവേറ്റിക്കൊണ്ട് അവസാനം വരെ വിശ്വാസം പ്രഖ്യാപിച്ച് ജീവിക്കാൻ നിന്നെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവ് നിന്നെ തൊടും, കർത്താവ് നിന്നെ സ്പർശിക്കും. നിൻ്റെ മാരക രോഗങ്ങളായാലും, നിൻ്റെ തീരാവ്യാധികളായാലും, നിൻ്റെ ജീവിത ദുരിതങ്ങളായാലും, നീ എന്തിനു വേണ്ടി പരീക്ഷ എഴുതിയിരിക്കുന്നുവോ, എന്തിനു വേണ്ടി നീ എഴുതാൻ പോകുന്നുവോ, നിൻ്റെ ജോലിക്കാര്യമായാലും, നിൻ്റെ സാമ്പത്തിക മേഖലയായാലും, നീ വീടില്ലാത്ത അവസ്ഥയായാലും, വഴിയില്ലാത്ത അവസ്ഥയായാലും, ജീവിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായാലും, നിൻ്റെ യാത്രയായാലും, യാത്ര മുടങ്ങിയതായാലും, യാത്ര പെൻഡിങ്ങിനായാലും, എല്ലാ മേഖലകളിലും നിൻ്റെ ദൈവം ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ
ദൈവസന്നിധിയിൽ നീ സ്വന്തമായ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്നെ വെച്ചിരിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതിപ്പോൾ കർത്താവിൻ്റെ കൈകളാക്കി നീ മാറ്റും. മാറും. അമ്മ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. മാരക രോഗങ്ങളും തീരാവേദികളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും ഇപ്പോഴും അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടകലാൻ പോകുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം കർത്താവേ ഇപ്പൊ പ്രകടമാക്കുന്ന കർത്താവേ. ഈശോ ഈശോ പൊന്നോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് തീരാവേദികള് ജീവദുരിതങ്ങള് ജീവതടസ്സങ്ങള് യേശു നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ശുദ്ധപരമധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ, കർത്താവ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അമ്മ സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണ്. കർത്താവ് തന്നെ തിരുമുൻപാട് വലത് കിടത്താൻ നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ വെളിച്ചവും തണലും നിന്റെ അവകാശവും നിന്റെ ഓഹരിയുമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലെ, നിന്റെ മനസ്സിനാണെങ്കിൽ നിന്റെ ശരീരത്തിലാണെങ്കിൽ നിന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പോഴെന്ത് വേദനയായാലും ഈ നിമിഷം നിന്നെ സ്പർശിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ സഭയിൽ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, 35 വർഷം അർപ്പിച്ച കൃപാനെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസാൽത്തറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തില് ജീവിത ദുരിതങ്ങള് ജീവിതടസ്സങ്ങള് തകർന്നിരിക്കുന്ന മക്കള് യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് യേശുനാമത്തില് യേശുനാമത്തില് മാറിപ്പോകട്ടെ. സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു സങ്കടങ്ങളിൽ ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു സ്വർഗത്താര വന്ദനം പ്രിയമുള്ളവരെ, ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാകുന്നെന്ന് ഓർത്ത് ചെല്ലുക, ഏറ്റു ചെല്ലുക. കർത്താവേ, എല്ലാ ചിരങ്ങ് രോഗികളെയും ചുടങ്ങ് അതുപോലെ തന്നെ കർത്താവ് ശരീരത്തിലെ വിസർപ്പ രോഗികളെ അങ്ങയുടെ തിരുസനെ സമർപ്പിക്കുന്നു, സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരെയും കർത്താവെ പലതരത്തിലുള്ള ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരെയും അസ്ഥിരോഗമുള്ളവരെയും ത്വക്ക് രോഗമുള്ളവരെയും ശ്വാസകോശങ്ങളിലും അതുപോലെ തന്നെ വാദരോഗമുള്ളവരെയും കർത്താവിന്റെ വിശുദ്ധമായ തിരുരക്തം തളിക്കുന്നതിനായി സമർപ്പിക്കുന്ന ഉന്നതമായ നാമസ്തോത്രം കർത്താവെ, സ്രാവരോഗികളെ, പഴുപ്പ് വരുന്നവരെയും മൂത്രം അറിയാതെ പോകുന്നവരെയും രക്തസ്രാവക്കാര രോഗികളെയും കർത്താവെ, രക്തം വാർന്നു പോകുന്ന രോഗങ്ങളുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസനെ സമർപ്പിക്കുന്ന പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഭാഗവടപ്പെട്ട് നടക്കാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ കർത്താവ്, ആശുപത്രിയിൽ നിന്ന് പോരാനേ കഴിയാതെ ആശുപത്രിയിൽ കർത്താവ് സ്ഥിരതാമസമായി പോകുന്നവർ കർത്താവ്, അവരെ പൂർണ്ണമായി അങ്ങേറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സമർപ്പിക്കുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. കണ്ണടച്ച സമാപന ആശീർവാദമാണ്. നിങ്ങളുടെ ജീവിതാവസ്ഥകൾ, ജീവിതാവശ്യങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയെ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക ദിവ്യകാരുണ്യത്തോടെ.
യേശുവേ, ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ഈശോ നിങ്ങളെ അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സൗഖ്യപ്പെട്ട് നന്ദി പറയുന്നു. കർത്താവയുടെ കുടുംബങ്ങള് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. എല്ലാ രോഗങ്ങളെ സുഖപ്പെടുത്തുകയാണ്. എല്ലാ വേദനകളെ ഏറ്റെടുക്കുകയാണ്. കോവിഡ് രോഗികളെ സ്പർശിക്കുകയാണ്. ഉടമ്പടി എടുത്ത മക്കളെ സ്പർശിക്കുകയാണ്. സാക്ഷ്യം പറയുന്ന മക്കളെ സ്പർശിക്കുകയാണ്. അമ്മയുടെ എല്ലാ പ്രോജക്റ്റുകളെയും ആശീർവദിക്കുകയാണ്. 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 കർത്താവിന്റെ കൃപയിലുള്ള അടക്ക ദേവാലയങ്ങളെ ആശീർവദിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.